രാജസ്ഥാനും ബി.ജെ.പിയുടെ കോട്ടയാണ്. അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. രാജസ്ഥാനിൽ പ്രധാനപ്പെട്ട കാര്യം 2 മുതൽ 7 വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യം പിടിച്ചേക്കാം. പ്രധാനപ്പെട്ട കാര്യമാണ്. രാജസ്ഥാൻ തൂത്തുവാരാൻ ഇത്തവണ ബി.ജെ.പിക്ക് കഴിയില്ല. അവിടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണല്ലോ നടക്കുന്നത്. കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ. അവിടുത്തെ കണക്ക് NDA സഖ്യം 18 മുതൽ ഇന്ത്യ സഖ്യത്തിന് ആശ്വാസകരമായ ഒരു കണക്കാണ്. 2 മുതൽ 7 വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് രാജസ്ഥാനിൽ കിട്ടിയേക്കാം. 18 മുതൽ 23 വരെ സീറ്റുകൾ. അതേസമയം വളരെ പ്രധാനപ്പെട്ട സാഹചര്യത്തിൽ ബി.ജെ.പി അനുകൂല തരംഗമാണെങ്കിൽ 23 വരെ പോവാം. അതായത് 18 സീറ്റുകളിലേക്ക് വേണമെങ്കിൽ താഴുവാനുള്ള സാധ്യത കൂടി രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ളതാണ്. 2 മുതൽ 7 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ 7 സീറ്റുകൾ വരെ വേണമെങ്കിൽ കോൺഗ്രസിന് കിട്ടാം എന്നുള്ള സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ചില പാർട്ടികളുമായിട്ട് സഖ്യത്തിലും ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യം. അവിടെ ഒരു സീറ്റ് CPM പോലും പ്രതിഷേധങ്ങളുണ്ട്. ഈ കണക്കിൽ താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? എനിക്ക് ഈ ഡേറ്റ, ഈ റിസൾട്ട് എന്നെ കുറച്ചൊന്ന് അത്ഭുതപ്പെടുത്തി. അതിൻ്റെ ഒരു പ്രധാന കാരണം മറ്റൊന്നുമല്ല, സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നന്നായിട്ടറിയാം. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ പിടിച്ചടക്കാൻ ബി.ജെ.പിക്ക് കഴിയുകയും അതേസമയം പാർലമെന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ നില കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതാണ്. പക്ഷേ ആ ഡേറ്റ മറിഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ്. ബി.ജെ.പിക്ക് 25-ൽ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അതൊരു തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയാണ് രാജസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. മുഴുവൻ സീറ്റുകളും ബി.ജെ.പി രാജസ്ഥാനിൽ നേടും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തിരുന്ന ആളാണോ മുഴുവൻ സീറ്റും നേടുമെന്ന്? 25 അല്ലെങ്കിൽ 24 സീറ്റ് കിട്ടുന്ന ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഈ ഡേറ്റ കുറച്ച് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം അസംബ്ലി അല്ല, പാർലമെന്റാണ്. അസംബ്ലിയിൽ നേരിയ ഭൂരിപക്ഷം ബി.ജെ.പിക്ക് കിട്ടി. അപ്പോൾ ആ നിലയ്ക്ക് പാർലമെന്റിൽ ഒരു അപ്പർ ഹാൻഡ് വേണ്ടതാണ്. പക്ഷേ ഇവിടെ 7 സീറ്റ് വരെ രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ 18 സീറ്റുകൾ വരെ ബി.ജെ.പിക്ക് കുറയും. 18 അപ്പോൾ 7 സീറ്റുകളുടെ നഷ്ടം വരുന്നു. ഹിന്ദി ഹൃദയഭൂമിയാണ്, ബി.ജെ.പിയുടെ കേന്ദ്ര മേഖലയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നതിൽ ഒരല്പം അത്ഭുതം കാണുന്നു. പക്ഷേ നിങ്ങളുടെ സ്റ്റഡി അതിന്റെ ഇവിടെ ഈ ഇത്തവണത്തെ ഒരു സഖ്യമുണ്ടായിരുന്നു, ഇന്ത്യ സഖ്യമുണ്ട്. ഹനുമാൻ ബെനിവാളിന്റെ RLP നിർണായക സ്വാധീനമുള്ള പാർട്ടിയാണ്. അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായത്. അതൊക്കെ പ്രയോജനം ചെയ്യുമെന്നാണ് സർവേ പറയുന്നത്. മഞ്ജുഷ് ജി, ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. News 18 എക്സിറ്റ് പോള് ഞങ്ങളുടെ കണക്കുകൂട്ടലുകളോട് വളരെ ചേർന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ രാജസ്ഥാനിൽ ഞങ്ങൾ കണക്കുകൂട്ടത് 10 സീറ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടേ പറഞ്ഞു. അല്ലാതെ രാജസ്ഥാൻ 20 സീറ്റ് ജയിക്കുന്നു എന്നല്ല ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 72 സീറ്റ് ഉണ്ടായിരുന്നു. കടുത്ത സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് പോലും രാജസ്ഥാനിൽ ഞങ്ങൾ 72 അസംബ്ലി സീറ്റുകൾ ജയിച്ചു. അതിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായി തന്നെ ഞങ്ങൾ പറഞ്ഞു 10 സീറ്റ് മഞ്ജുഷ് എഴുതി വെച്ചു. ഇപ്പോൾ 7-8 സീറ്റ് ഞങ്ങൾക്ക് News 18 തന്നു. ഞങ്ങൾ 10 സീറ്റിൽ കുറയാത്ത വിജയം രാജസ്ഥാൻ ഞങ്ങൾ നേടിയിരിക്കും. ഈ ഇപ്പൊ പറഞ്ഞ ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞ. ശരി, ഇപ്പോൾ വന്നേക്കുന്ന എല്ലാ കണക്കും ഏകദേശം ഗ്രൗണ്ട് റിപ്പോർട്ടുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്, ഇല്ലേ? മിക്ക കണക്കുകളും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും നമുക്ക് വ്യത്യസ്തമായി പറയാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് കർണാടകത്തിൽ മാത്രം റോണി കെ ബേബിക്ക് കോൺഗ്രസിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ് അതിനേക്കാൾ കൂടുതൽ സീറ്റ്. രാജസ്ഥാനിൽ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. രാജസ്ഥാൻ ഏതാണ്ട് ഗുജറാത്തിന് സമാനമായിട്ടുള്ള സംസ്ഥാനമാണ് പാർലമെന്റിലേക്ക് ബി.ജെ.പിയെ സംബന്ധിച്ച്. ഈ തെരഞ്ഞെടുപ്പിലും അതിലൊരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പുതിയതായിട്ടുണ്ടായിട്ടുള്ള വോട്ടർമാർ, അതുപോലെ തന്നെ ബി.ജെ.പിക്ക് അനുകൂലമായി ദേശീയ തലത്തിലുള്ള സർക്കാരിന് അനുകൂലമായി നിലനിൽക്കണമെന്നുള്ള രാജസ്ഥാന്റെ ഒരു മനസ്സ് എത്രയോ കാലങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്. അതും ഈ തവണയും തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. കാരണം കഴിഞ്ഞ തവണ ബി.ജെ.പിയെ സംബന്ധിച്ച് 59% വോട്ടുകൾ കിട്ടിയ സംസ്ഥാനമാണ്. അത് ഈ തവണ 61-62% വോട്ട് പെർസെന്റേജ് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ശരി, അപ്പോൾ രാജസ്ഥാൻ തൂത്തുവാരി എടുക്കും എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിയുടെ ഇത്തവണത്തെയും പ്രതീക്ഷ. പക്ഷേ എക്സിറ്റ് പോൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. അടുത്ത സംസ്ഥാനത്തെ പോകുന്നതിന് മുൻപ് അഭിലാഷ് കൂടി ചേരുകയാണ്. അഭിലാഷ്, ഇപ്പോഴത്തെ ടോട്ടൽ കണക്ക് വന്നിരിക്കുന്നത് 126 മുതൽ 144 വരെ. അതായത് എത്ര സീറ്റുകളുടെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ?
212 സീറ്റുകളോളം. അങ്ങനെയാണ് 126, 144, ഇന്ത്യ സഖ്യം 80, 96. അങ്ങനെ വരുമ്പോൾ അതിൽ ഈ ഇന്ത്യ സഖ്യത്തിന് മാത്രം വേരോട്ടമുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞു. തീർച്ചയായും. അതായത് മഞ്ജുഷ, എനിക്ക് തോന്നുന്നു നമ്മുടെ സർവേ ഫലങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ഘട്ടങ്ങളായാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 1 മുതൽ 3 വരെ ഫേസുകളിൽ നടന്നിട്ടുള്ള ഉത്തർപ്രദേശിൻ്റെത് ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ വരുമ്പോൾ മഞ്ജുഷ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ മുന്നണി കരുത്ത് കാണിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് സാധ്യത എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മുടെ അതിഥികൾ തന്നെ, കോൺഗ്രസിന്റെ അതിഥി തന്നെ പറയുന്നു നമ്മുടെ കണക്കുകൾ ഒരു സംസ്ഥാനത്തിന് മാത്രമേ ഇപ്പോൾ എന്തായാലും നമ്മൾ അത്രമേൽ ആധികാരികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ ഫലം വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നമ്മുടെ ഇൻപുട്ടുകളിൽ ഒരു തരി പോലും മായം ചേർത്തിട്ടില്ല. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആധികാരികമായി റിസൾട്ട് അടക്കം നൽകുന്ന മാധ്യമം തന്നെയാണ് ബി ജെ പി